ഉത്തരേന്ത്യയിലെ മുസ്ലിം മതവിശ്വാസികളും ഈദ് ആഘോഷത്തിലാണ്. ദില്ലിയിലെ ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ദില്ലിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് മസ്ജിദിൽ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി, കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് എന്നിവർ നിസ്കാരത്തിൽ പങ്കെടുത്തു. രാഷ്ട്രപതി പ്രണബ് മുഖർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈദ് ആശംസകൾ നേർന്നു. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന്റെ വിശുദ്ധിയുമായാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിം മതവിശ്വാസികൾ ഈദ് ആഘോഷിച്ചത്. പ്രധാന പള്ളികളിലെല്ലാം രാവിലെ ഈദ്ഗാഹുകൾ നടന്നു. പഴയ ദില്ലിയിലെ ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ആശ്ലേഷിച്ചും അഭിവാദ്യം ചെയ്തും വിശ്വാസികൾ ആശംസകൾ കൈമാറി. ദില്ലിയിൽ മലയാളി വ്യവസായി MA യൂസഫ് അലി പുതുക്കിപ്പണിത പാർലമെന്റ് സ്ട്രീറ്റ് മസ്ജിദിലാണ് ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി നിസ്കാരത്തിനായി എത്തിയത്. ഗുലാം നബി ആസാദ് അടക്കമുള്ള പ്രമുഖ നേതാക്കളും ദില്ലിയിലെ നിരവധി മലയാളികളും മസ്ജിദിലെ ഈദ്ഗാഹിൽ പങ്കെടുത്തു. സാഹോദര്യത്തിൻ്റെയും ശാന്തിയുടെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ് ഈദ് നൽകുന്നത്. അതിൻ്റെ ഒരു മെസ്സേജാണ് ഇന്ന് പള്ളികളിലെല്ലാം ഉത്ബോധിപ്പിച്ചത്. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന ഈദ്ഗാഹിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുത്തു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ആസാം മുഖ്യമന്ത്രി തരുൺ ഗൊഗോയ് എന്നിവരും ഈദ്ഗാഹുകൾക്കെത്തി. ദില്ലിയിലെ ഫത്തേപൂരിലെ മസ്ജിദിലാണ് പാക് സ്ഥാനപതി അബ്ദുൾ ബാസിദ് പ്രാർത്ഥനയ്ക്കായി എത്തിയത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടെയാണ് ദില്ലിയിൽ ഈദാഘോഷം നടന്നത്. റിപ്പോർട്ടർ, ദില്ലി.